ഒരു മുക്കുവൻ അന്ന് പിടിച്ച മത്സ്യങ്ങളുമായി അയാളുടെ ഭാര്യയുടെ അരികിലേക്കെത്തി. ഭാര്യ ആ മീൻ മുറിക്കുന്നതിനിടയിൽ വെള്ളത്തിലൊരു തിളക്കം കാണുകയാണ്. ഒന്നുകൂടെ നന്നായി കഴുകി നോക്കിയപ്പോൾ അതൊരു കല്ലാണ്. ആ കല്ല് ആ മുക്കുവനെ അവർ കാണിച്ചു. രണ്ടുപേരും വലിയ സന്തോഷത്തിലാണ്. ഉടനെ ആ കല്ലുമായി അയാൾ, ഒരു ചെറിയ ഗ്രാമമാണ്, ഒരു തീരപ്രദേശമാണ്, അവിടെയുള്ള ഒരു കച്ചവടക്കാരൻ്റെ അരികിൽ ചെന്നു ആ കല്ല് കാണിച്ചു. ആ കച്ചവടക്കാരൻ ആ കല്ല് പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു, ഇതിനുള്ള വില നൽകാൻ എനിക്ക് സാധിക്കുകയില്ല, ഞങ്ങളുടേതൊരു ചെറിയ സംരംഭമാണ്. അപ്പോൾ ഈ കല്ലിൻ്റെ വില നൽകണമെങ്കിൽ നിങ്ങൾ പട്ടണത്തിലേക്ക് പോകണം. പട്ടണത്തിലൊരു പക്ഷേ ഇതിന് തുല്യമായ പണം നൽകാൻ സാധിച്ചേക്കാം. മുക്കുവൻ ആ കല്ലുമായി പട്ടണത്തിലേക്ക് ചെന്നു. ഓരോ കടകളിലും അയാൾ കയറിയിറങ്ങി. ഓരോരുത്തരും പരിശോധിച്ചതിന് ശേഷം അവർ പറഞ്ഞു, ഞങ്ങൾക്കും ഇതിനുള്ള വില നൽകാൻ കഴിയുകയില്ല, അത്രമാത്രം മൂല്യമുണ്ടിതിന്. ശരി, ഇനി എന്ത് ചെയ്യും? അപ്പോഴാണ് ഒരാൾ പറയുന്നത്, ഒരു പക്ഷേ രാജാവിന് ഇതിൻ്റെ പണം നൽകാൻ സാധിച്ചേക്കാം, രാജാവിൻ്റെ അരികിൽ ഇതിന് തുല്യമായ പണമുണ്ടായേക്കാം. ആ കല്ലുമായി അയാൾ ആ രാജാവിൻ്റെ അരികിലേക്ക് ചെന്നു. രാജാവ് ആ കല്ല് പരിശോധിച്ചു. എന്നിട്ട് രാജാവ് പറഞ്ഞു, ഇതിന് തുല്യമായ പണമെന്നുള്ളത് എൻ്റെ ഖജനാവാണ്. ആ ഖജനാവ് മുഴുവൻ നൽകിയാൽ ഇതിന് തുല്യമാകും. നിങ്ങൾക്ക് വേണ്ടത് ആ ഖജനാവിൽ നിന്ന് എടുക്കാം. അതിനാവശ്യമായ തുണിയും സഞ്ചിയും മറ്റു വസ്തുക്കളുമെല്ലാം ആ മുക്കുവൻ അയാൾ നൽകി. ഒരു നിബന്ധന വെച്ചു, 6 മണിക്കൂർ സമയം നിങ്ങൾ അവിടെ ചെലവഴിക്കണം. 6 മണിക്കൂർ സമയം നിങ്ങൾക്കുണ്ട്, ആ സമയം അവിടെ നിങ്ങൾ ചെലവഴിക്കണം. ഇയാൾ പറഞ്ഞു, എനിക്കതിൻ്റെ ആവശ്യമില്ല, 2 മണിക്കൂർ തന്നെ ധാരാളമാണ്. പക്ഷെ രാജാവ് പറഞ്ഞു, അത് പോരാ, 6 മണിക്കൂർ സമയമുണ്ട്, അത് നിങ്ങൾ അവിടെ ചിലവഴിക്കണം. ഇയാൾ ഖജനാവിലേക്ക് ചെന്നു. 3 മുറികളാണ് അവിടെയുള്ളത്. ഒരു മുറി നിറയെ സ്വർണവും വെള്ളിയും മുത്തും കുമിഞ്ഞുകൂടി നിൽക്കുന്നു. ഇയാൾ ആലോചിച്ചു, 2 മണിക്കൂറിൽ തന്നെ എനിക്ക് ധാരാളമാണ് ഇത് മുഴുവൻ വാരിയെടുക്കാൻ. തൊട്ടപ്പുറത്തുള്ളത് നല്ല ശീതീകരിച്ച റൂമാണ്, നല്ല മിനുസമുള്ള നല്ല മെത്തകൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് 3ാമത്തെ റൂമിലുള്ളത് നല്ല രുചികരമായ ഭക്ഷണങ്ങളാണ്. വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിലെ സ്വാദിഷ്ടകരമായ ഭക്ഷണങ്ങൾ, രുചികരമായ ഭക്ഷണങ്ങൾ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇയാൾ ആദ്യം ആ തീന്മേശയിലേക്ക് ചെന്നു, ആവശ്യമുള്ളത് കഴിച്ചു. ഇനി പെട്ടെന്ന് സ്വർണവും വെള്ളിയും മുത്തും വാരിയെടുക്കാൻ ചെല്ലണം. അപ്പോഴാണ് അവിടെ നല്ല ശീതീകരിച്ച നല്ല തണുപ്പുള്ള മേൽത്തരം മെത്തകൾ കാണുന്നത്. അയാൾ അവിടെ കുറച്ചു നേരം വിശ്രമിക്കാമെന്ന് കരുതി അയാൾ അവിടെ കിടന്നു. സമയം കടന്നുപോയി. വിഡ്ഢിയായ മുക്കുവ, നീ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് അയാളെ തട്ടി വിളിച്ചപ്പോഴാണ് ഈ മനുഷ്യൻ എഴുന്നേൽക്കുന്നത്. അപ്പോഴേക്കും അയാളുടെ സമയം കടന്നുപോയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥയാണ് പലപ്പോഴും നമുക്കുള്ളത്. റമദാനിലെ ഓരോ സെക്കൻഡും ഓരോ സമയവും നമുക്ക് വാരിയെടുക്കാനുള്ള മുത്തുകളാണ്, വിലപിടിപ്പുള്ള സ്വർണങ്ങളും വെള്ളികളുമാണ്. പക്ഷെ അത് മറന്ന്, ലക്ഷ്യം മറന്ന് റമദാനിനെ ഉപയോഗപ്പെടുത്തേണ്ടതിനു പകരം നമ്മളാ മറ്റു മാസങ്ങളെപ്പോലെ തന്നെ റമദാനിലും കിടന്നുറങ്ങി, റമദാനിലും തണുപ്പ് ആസ്വദിച്ച് അങ്ങനെ നമ്മുടെ സമയങ്ങൾ തള്ളി നീക്കുകയാണ്. അതിനപ്പുറത്തൊരു യക്കലത്തോടുകൂടെ, ഉണർവോടുകൂടെ റമദാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സലഫുകൾ പറയാറുണ്ട്, ഷഹ്റു റജബ്, റജബ് എന്നു പറഞ്ഞാൽ ഷഹ്റു സറ, അത് കൃഷിയുടെ മാസമാണ്. റമദാനിൽ ഒരാൾക്ക് വിളവെടുക്കണമെങ്കിൽ റജബിൽ അവൻ വിത്തിറക്കണം.
റജബിൽ അവൻ ഒരുങ്ങണം. ഷഹ്റു ഷഅബാൻ, ഷഅബാൻ എന്ന് പറഞ്ഞാൽ സഖിയുസ്സറ, വെള്ളം നനയ്ക്കേണ്ട മാസമാണ്. റജബിൽ വിത്തിട്ടു, ഷഅബാനിൽ അതിങ്ങനെ മുളച്ചു വരുന്നു, അതിന് വെള്ളം പാകി, അതിനാവശ്യമായ കൈവരികൾ ഒരുക്കി വെള്ളം നനയ്ക്കേണ്ട സമയമാണ് ഷഅബാൻ എന്നുള്ളത്. റമദാൻ എന്ന് പറഞ്ഞാൽ അവിടെയാണ് വിളവെടുപ്പുള്ളത്. റജബിൽ വിത്തിടാതെ, ഷഅബാനിൽ വെള്ളം നനക്കാതെ, ഷഅബാനിൽ ആ കൃഷിയെ നശിപ്പിക്കുന്ന കളകൾ പറിച്ചു കളയാതെ റമദാനിലേക്ക് ചെന്നു കഴിഞ്ഞാൽ നമ്മൾ നഷ്ടക്കാരായിരിക്കും. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും അധികം സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചിരുന്നത് ഷഅബാനിലാണ്. സലഫുകൾ ഷഅബാനെ പറയാറുള്ളത് ഷഹറുൽ ഖുറാ, ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ മാസമെന്നാണ്. റമദാനിന് മുമ്പേ സലഫുകളുടെ വീടുകളിൽ ഖുർആൻ തുറന്നിരിക്കുന്നു, ഖുർആനിലേക്ക് അവരെത്തുന്നു, ഖുർആൻ അവർ പഠിക്കുന്നു, ഖുർആൻ അവർ പാരായണം ചെയ്യുന്നു. മഹാനായ അംറു ഇബ്നു ഖൈസ് ഇദാ ദഖല ശഅബാൻ അഗ്ലഖ ഹാനൂത വതഫറഗ ലിഖിറാഅത്തിൽ ഖുർആൻ. അംറു ഇബ്നു ഖൈസ് ശഅബാൻ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കടകൾ അടക്കും, ഖുർആൻ തുറന്നു വെക്കും, എന്നിട്ട് പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിന് അദ്ദേഹം ഒടുങ്ങിയിരിക്കും. ഇപ്പോൾ റമദാനിന് മുമ്പ് തന്നെ ഇതൊരു വലിയ അവസരമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ശഅബാനിൽ നമ്മുടെ മുൻഗാമികൾ സലഫുകൾ അവരൊരുങ്ങി, അവർ ഖുർആനിലേക്ക് മാറിയിരുന്നു, അവർ ധാരാളമായി സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചു, അവർ സദഖകളിൽ മത്സരിച്ചു. പലപ്പോഴും നമ്മളെ ശൈത്താൻ കൊണ്ടുപോകുന്നൊരു രീതി, ഇപ്പോൾ ഖുർആൻ ഇങ്ങനെ ഓതാൻ നിന്ന് കഴിഞ്ഞാൽ ശൈത്താൻ പറയും, ഇപ്പോൾ നീ തുടങ്ങി വെച്ചാൽ ഏതായാലും റമദാൻ 1 ഖത്തമ് തുടങ്ങല്ലോ, അപ്പോൾ പിന്നെ വീണ്ടും ഫാത്തിഹ മുതൽ ആരംഭിക്കേണ്ടി വരും, ഇപ്പോൾ വേണ്ട. ഈ നാളേക്ക് നീക്കി വെക്കുക എന്നുള്ളത് ശൈത്താൻ്റെ അമലാണ്, ശൈത്താൻ നമ്മളെ കബളിപ്പിക്കുന്നതാണ്. നാളെയാകാം, രാവിലെ ഖുർആൻ ഓതാൻ ഇരുന്ന് കഴിഞ്ഞാൽ ശൈത്താൻ വന്ന് കുറുകും, രാത്രി അത് നല്ല സമയമാണ്, രാത്രി ഓതിക്കോ, രാവിലെ ഓതൂല. രാത്രി തുറന്നു കഴിഞ്ഞാൽ ശൈത്താൻ പറയും രാവിലല്ലേ ബറക്കത്തുള്ളത്, രാവിലെയും ഓതൂല രാത്രി ഓതൂല. ശൈത്താൻ നമ്മളെ വഞ്ചി. ചില ആളുകൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഇനി റമദാൻ 1 മുതൽ ഞാൻ ഖത്തമ് തുടങ്ങും, ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങും. അപ്പം അത്രയും ദിവസങ്ങളോ, അതിനിടയിലുള്ള 15 ദിവസം, അതിനിടയിലുള്ള 13 ദിവസം, ആ ദിവസം മനോഹരമായി നമ്മളിൽ നിന്ന് പിശാച് റാഞ്ചിയെടുത്തു, ആ വഞ്ചനയിൽ നമ്മൾ പെട്ടുപോയി. അപ്പം ആ ഒരു ബോധം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. നീട്ടിവെക്കാതെ ഇപ്പോൾ തന്നെ അമലുകൾ ആരംഭിക്കുക. അതോടൊപ്പം നല്ല ഒരു ആഗ്രഹം നമുക്കുണ്ടാകണം, ഈ റമദാൻ ഉപയോഗപ്പെടുത്തണമെന്ന നല്ല ഒരു കൊതി, നല്ല ഒരു ആഗ്രഹം നമുക്കുണ്ടാകണം. ഇസ്ലാമിൻ്റെ പ്രത്യേകത നിയ്യത്ത് കൊണ്ട് പ്രതിഫലം നേടാൻ സാധിക്കുമെന്നാണ്. നമ്മൾ ആഗ്രഹിച്ചു, രോഗിയായി, അല്ലാഹു രോഗങ്ങളെ തൊട്ട് മറ്റു പ്രയാസങ്ങളെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കാൻ. അങ്ങനെ ഒരു രോഗം നമുക്കുണ്ടായി, റമദാനിൽ നോമ്പ് നോക്കാൻ സാധിച്ചില്ല, പക്ഷെ ആ നല്ല നീയത്തിലൂടെ നമുക്ക് ആ പ്രതിഫലം നേടാൻ സാധിക്കും. മൻ ഹമ്മ ബിഹസന ഫലം യഅമൽഹ കതബഹ അല്ലാഹു ലഹു ഇൻദഹു ഹസനതൻ കാമില. ഒരാൾ ഒരു നന്മ ആഗ്രഹിച്ചു, അവനത് ചെയ്യാൻ സാധിച്ചില്ല, പക്ഷെ പൂർണ്ണമായ പ്രതിഫലം അല്ലാഹു തആല അവന് രേഖപ്പെടുത്തും. അതാണ് ഇസ്ലാം ദീനിൻ്റെ പ്രത്യേകത. നമ്മളൊരു നന്മ ആഗ്രഹിച്ചു, അവസാനത്തെ 10 പള്ളിയിൽ ഇത്തിഖാഫിരിക്കാൻ, പരിശുദ്ധ റമദാനിൽ ധാരാളമായി ഖുർആൻ ഓതാൻ, നോമ്പ് നോൽക്കാൻ, ഇബാദത്തുകളിൽ മത്സരിക്കാൻ നമ്മൾ ആഗ്രഹിച്ചു, രോഗിയായി, മറ്റു പ്രയാസങ്ങളുണ്ടായി. പക്ഷേ ആ നിഷ്കളങ്കമായ ആഗ്രഹത്തിന് അള്ളാഹുവിൻ്റെ അരികിൽ വലിയ പ്രതിഫലമുണ്ട്. അമല് ചെയ്യാതെ, പ്രവർത്തിക്കാതെ ആ മുഴുവൻ അമലിൻ്റെയും പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. സലഫുകൾ റമദാനിൽ പകലിൽ അവർക്ക് നോമ്പായിരുന്നു, രാത്രി അവർക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ എഴുന്നേറ്റുകൊണ്ടുള്ള നമസ്കാരമായിരുന്നു. അതിനിടയിൽ അവർക്ക് പരിചിതമായ ഒരു അമൽ എന്നുള്ളത് ഖുർആനിൻ്റെ പാരായണമായിരുന്നു. ഇതാണ് സലഫുകളുടെ റമദാൻ. പകലിൽ നോമ്പാണ്, രാത്രി നമസ്കാരമാണ്, അതിനിടയിൽ അവർക്ക് ഖുർആനിൻ്റെ പാരായണമാണ്. മഹാനായ ഇമാം മാലിക് റഹ്മഹുല്ല റമദാൻ എത്തിക്കഴിഞ്ഞാൽ
അദ്ദേഹത്തിൻ്റെ മറ്റു വിജ്ഞാന സദസ്സുകൾ നിർത്തിവെക്കും. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ഇമാം മാലിക്കിൻ്റെ അരികിലേക്ക് ഫത്വ ചോദിക്കാൻ, ദീനു പഠിക്കാൻ വന്ന ആളുകളുണ്ട്. പക്ഷെ റമദാൻ എത്തിക്കഴിഞ്ഞാൽ അത് ഖുർആനിൻ്റെ മാസമാണ്. ആളുകൾ പറയാറുണ്ട്, ഞങ്ങൾ ഇമാം മാലിക്കിനെ റമദാനിൽ പള്ളിയിൽ കാണും, അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഖുർആൻ തുറന്നിരിക്കുന്നുണ്ടാകും. പള്ളിയിലല്ലെങ്കിൽ അദ്ദേഹം വീട്ടിലുണ്ടാകും, വീട്ടിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഖുർആൻ തുറന്നിരിക്കുന്നുണ്ടാകും. അതല്ലാത്തൊരു കാഴ്ച റമദാനിൽ ഇമാം മാലിക്കിനെ ഞങ്ങൾ കാണാറുണ്ടായിരുന്നില്ല. റമദാനിൽ അവർ ഖുർആനിൽ ജീവിക്കുകയായിരുന്നു. മഹാനായ സുഫിയാൻ സൗരി ഇദാ ദഖല റമദാൻ തറക ജമീഅൽ ഇബാദാത്ത്, മറ്റു അമലുകൾ, മറ്റു സൽക്കർമ്മങ്ങൾ അതിൽ നിന്നു മാറി വഅഖബല അലാ ഖിറാഅത്തിൽ ഖുർആൻ, ഖുർആനിന്റെ പാരായണത്തിലേക്ക് അവർ മാറിയിരിക്കും. സലഫുകൾ റമദാനിൽ ഓതിത്തീർത്ത ഖത്മ നമ്മൾ കേട്ടുകഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടും, എങ്ങനെ അവർ ഓതിത്തീർത്തു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ ചരിത്രത്തിൽ 60-ലധികം തവണ ഖുർആൻ പാരായണം ചെയ്തു തീർത്തു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. റമദാനിൽ ഇമാം ബുഖാരിയുടേത് ഓരോ ദിവസത്തിലും ഒരു തവണ ഖുർആൻ ഓതി തീർത്തു. അവസാനത്തെ 10 എത്തിയാൽ ഒരു ദിവസത്തിൽ 2 തവണ പാരായണം ചെയ്തു എന്നെല്ലാം നമുക്ക് വായിക്കാൻ കഴിയും. 7-ാമത്തെ വയസ്സിൽ ഹിഫ്ളാക്കിയ, അത്ര ചെറിയ പ്രായത്തിൽ ഖുർആനുമായി ബന്ധമുണ്ടാക്കിയവരാണ് അവർ. സമയത്തിൽ ബറക്കത്തുമുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ജീവിതകാലം മുഴുവൻ ഓതിയ പാരായണം എടുത്തു നോക്കിയാൽ സലഫുകളുടെ റമദാനിലെ ഒരു റമദാനിലേക്ക് പോലും പലപ്പോഴും എത്തുന്നില്ല. നമ്മുടെ ജീവിതകാലത്തിലെ മുഴുവൻ ഖിറാഅത്ത് എടുത്തു നോക്കിയാലും നമ്മുടെ മുൻഗാമികൾ സലഫുകൾ അവരുടെ ഒരു റമദാനിലെ ഖുർആൻ പാരായണത്തിൻ്റെ തൂക്കം പോലും നമ്മുടെ അമലുകളില്ല. ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ധാരാളമായി നമ്മുടെ മുൻഗാമികൾ ഖുർആൻ പരിശുദ്ധ റമദാനിൽ ഓതുമായിരുന്നു. നമ്മുടെ ദുനിയാവിൻ്റെ തിരക്കുകൾക്ക് കുറച്ച് നമ്മളൊന്ന് പരിധി വെക്കണം. ദുനിയാവിൻ്റെ റിസ്കിന് വേണ്ടിയുള്ള ഓട്ടം അത് നമുക്ക് എങ്ങനെ കഴിയുമോ, നമ്മുടെ ജോലിക്കിടയിൽ എങ്ങനെ നമുക്ക് സാധിക്കുന്നുവോ അതൊന്ന് ക്രമീകരിച്ചുകൊണ്ട് ഖുർആൻ പാരായണത്തിന് നമ്മൾ സമയം കണ്ടെത്തണം. സലഫുകൾ അവരുടെ സമയങ്ങളെ 3 ഭാഗിക്കുമായിരുന്നു. 1 അവരുടെ സ്വന്തം കാര്യങ്ങൾക്കാണ്, 2 അവരുടെ കുടുംബത്തിനാണ്, 3 അവരുടെ ദീനിൻ്റെ വിഷയത്തിനാണ്. എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വന്തത്തോട് അവർ കടം ചോദിക്കും. സ്വന്തം കാര്യങ്ങൾക്ക് മാറ്റിവെച്ച സമയത്തോട് അവർ കടം ചോദിക്കും. അത് തികയാതെ വന്നാൽ അവർ കുടുംബത്തോട് കടം ചോദിക്കും. ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും അവർ അവരുടെ പരലോകത്തിനു മാറ്റിവെച്ച സമയത്തിലേക്ക് ഒരു മിസ്കീനിനെ പോലെ കൈകൾ നീട്ടിയിട്ടില്ല. അവരുടെ ആഖിറത്തിനു മാറ്റിവെച്ച, അവരുടെ ഖുർആൻ പാരായണത്തിനു മാറ്റിവെച്ച, അവരുടെ രാത്രി നമസ്കാരത്തിന് മാറ്റിവെച്ച സമയങ്ങളിലേക്ക് ഒരു മിസ്കീനിനെ പോലെ നമ്മുടെ മുൻഗാമികൾ കൈകൾ നീട്ടിയിട്ടില്ല. നമ്മൾ ആദ്യം മാറ്റിവെക്കുന്നത് നമ്മുടെ ആഖിറത്തിൻ്റെ വിഷയങ്ങളാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ റമദാനിലെ നമ്മുടെ ഇബാദത്തുകൾക്ക് നമ്മളൊരു സമയം ക്രമീകരിക്കണം. സുലൈമാൻ റുഹൈലി അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ ഒരു അനുഭവം പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ, അദ്ദേഹം കിണറ്റിലേക്ക് വീണു. ആളുകൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. കരയിലേക്ക് വന്നതിന് ശേഷം ഒരാൾ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ വീണത്? അപ്പം അദ്ദേഹം അത് കാണിച്ചു അതിനിടയിൽ ഒരാൾ ഒരു ഗ്ലാസ് പാല് കൊടുത്തു. അത് ആ മനുഷ്യൻ കുടിച്ചു. ഇത് പറയുന്നതിനിടയിൽ കാല് തെറ്റി വീണ്ടും താഴെ വീണു. അദ്ദേഹം മരണപ്പെട്ടു. എന്നിട്ട് ശേഖ് ചോദിച്ചൊരു ചോദ്യം, ആദ്യം ആ കിണറ്റിലേക്ക് വീണ മനുഷ്യനെ വീണ്ടും കരയിലേക്ക് കൊണ്ടുവന്നത് എന്തിനാണ്? ആ മനുഷ്യൻ്റെ റിസ്കിൽ ഒരു ഗ്ലാസ് പാല് കൂടെ അള്ള കണക്കാക്കിയിട്ടുണ്ട്. ആ മനുഷ്യൻ്റെ ഉപജീവനത്തിൽ അള്ള കണക്കാക്കിയ ഒരു ഗ്ലാസ് പാല് കൂടെ ഉണ്ട്. അത് കുടിച്ചിട്ടേ ആ മനുഷ്യൻ പോകുള്ളൂ. നമ്മുടെ ഉപജീവനം അള്ളാഹു കണക്കാക്കിയിട്ടുണ്ട്. നമ്മുടെ റിസ്ക് അള്ളാഹു കണക്കാക്കിയിട്ടുണ്ട്. അവസാനത്തെ ഉരുളയും അത് കടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് പോവുക. അതാലോചിച്ച് ബേജാറായി പ്രയാസപ്പെട്ട് മുഴുവൻ സമയം ദുനിയാവിൻ്റെ പിന്നാലെ ഓടി ഖുർആൻ പാരായണവും ഇല്ല, രാത്രി നമസ്കാരവുമില്ല, അവസാനത്തെ 10ഉമില്ല. അങ്ങനെ നഷ്ടങ്ങളുടെ റമദാനുകളുടെ കഥകളാകരുത് നമുക്ക് പറയാനുണ്ടാകേണ്ടത്. മറിച്ച് ബോധപൂർവം നമ്മുടെ സമയം അത് ക്രമീകരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം.
മറ്റൊന്ന്, റമദാനിന് മുമ്പ് നമ്മുടെ മനസ്സ് നമ്മളൊന്ന് ശുദ്ധീകരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഷഅബാൻ നമ്മുടെ റമദാനാകുന്ന നന്മയെ, ആ നന്മയെ തകർക്കുന്ന വല്ലതുമുണ്ടെങ്കിൽ ആ കളകളെ പറിച്ചു കളയാൻ ഷഅബാനിൽ നമുക്ക് കഴിയണം. മഹാനായ അംർ ഇബ്നു ഖൈസ് അദ്ദേഹം പറയാറുണ്ട്, തൂബാ ലിമൻ അസ്ലഹ നഫ്സഹു ഖബ്ല റമദാൻ. റമദാനിന് മുമ്പ് മനസ്സ് നന്നാക്കിയവൻ, റമദാനിന് മുമ്പ് നഫ്സിനെ നന്നാക്കിയവൻ, അവന് മംഗളം. റമദാൻ എത്തിയിട്ടും പക, റമദാൻ എത്തിയിട്ടും വൈരാഗ്യവും വിദ്വേഷവും അതെല്ലാം നമ്മുടെ മനസ്സിൽ കുമിഞ്ഞുകൂടുന്നുണ്ട് എങ്കിൽ നമ്മുടെ നന്മകളെ അത് നഷ്ടപ്പെടുത്തും. ഏതൊരു തിന്മക്കും അനന്തരഫലമുണ്ട്. തിന്മയുടെ അനന്തരഫലം നന്മകളെ തകർക്കലാണ്. ഒരു സ്ത്രീയുടെ കാൽഭാഗം അശ്രദ്ധമായി കണ്ടപ്പോഴാണ് ഇമാം ഷാഫിഈ റഹ്മഹുള്ളയുടെ ഹിഫ്ള് മറപ്പിക്കപ്പെട്ടത്. പഠിച്ച ഹിഫ്ള് മറന്നുപോയി, ഖുർആൻ മറപ്പിക്കപ്പെട്ടു. അശ്രദ്ധമായൊരു നോട്ടം, ഒരു തിന്മ, അതിൻ്റെ അനന്തരഫലം നമ്മളുടെ നന്മയെ തകർക്കലാണ്. എങ്കിൽ റമദാനിന് മുമ്പ് ചിലത് നമ്മൾ ക്രമീകരിക്കണം. നമ്മുടെ റമദാനിനെ ബാധിക്കുന്ന, എൻ്റെ റമദാനിലെ നന്മകളെ ബാധിക്കുന്ന, എൻ്റെ ഈമാനിനെ ബാധിക്കുന്ന വല്ലതും എൻ്റെ ജീവിതത്തിലുണ്ടോ? എൻ്റെ രഹസ്യ ജീവിതത്തിൽ എൻ്റെ റബ്ബിന് ഇഷ്ടമില്ലാത്ത തിന്മകളുണ്ടോ? പരസ്യത്തിൽ പുണ്യവാളന്മാരും രഹസ്യത്തിൽ പിശാചിന്റെ കൂട്ടാളികളുമാകുന്ന ഒരു സ്വഭാവം ഒറ്റപ്പെടുന്ന സമയത്ത് എനിക്കുണ്ടോ? എൻ്റെ നന്മകളെ കാർന്നു തിന്നുന്ന വല്ല തോന്നിവാസങ്ങളും എൻ്റെ രഹസ്യത്തിലുണ്ടോ? നമ്മളൊന്ന് ആലോചിക്കണം. നമ്മുടെ സോഷ്യൽ മീഡിയയിലെ പരതലുകളിൽ, നമ്മുടെ സെർച്ച് എഞ്ചിനുകളിലെ പരതലുകളിൽ ഒരു ഹറാമ് വരുന്നുണ്ടോ എങ്കിൽ അതെൻ്റെ റമദാനിലെ നന്മയെ തകർക്കും, എൻ്റെ പുണ്യങ്ങളെ തകർക്കും. മനസ്സിൽ പകയുണ്ടോ? മനസ്സിൽ ഇപ്പോഴും വെറുപ്പുണ്ടോ? കണ്ടാൽ ഒന്ന് പുഞ്ചിരിക്കാൻ, ഒന്ന് കൈപിടിക്കാൻ, ഒന്ന് പരസ്പരം ഒന്ന് ചേർന്നിരിക്കാൻ കഴിയാത്ത അകൽച്ചകളുണ്ടെങ്കിൽ അതിൽ നിന്നൊന്നു മാറി നമ്മുടെ മനസ്സിനെ ഒന്ന് ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഒന്ന് ക്രമീകരിക്കാൻ. ഇസ്ലാമിൻ്റെ ഒരു സൗന്ദര്യം എന്നുള്ളത് അവൻ ആവശ്യമില്ലാത്തതിൽ ഉണ്ടാവുകയില്ല എന്നതാണ്. നമ്മൾ എല്ലാ ഗ്രൂപ്പിലും ഒരു മുസ്ലിം ഉണ്ടാകണമെന്നില്ല. ദുനിയാവിലുള്ള സകല വാട്സപ്പ് ഗ്രൂപ്പിലും നമ്മളുടെ പങ്കാളിത്തം ഉണ്ടാകണമെന്നില്ല. പലജാതി വാട്സപ്പ് ഗ്രൂപ്പുകളാണ്. ഭക്ഷണം കഴിക്കുന്നത് പോസ്റ്റ് ചെയ്യാനായിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ്, എന്നിട്ട് പല ഭാഗത്തു നിന്നുള്ള ആളുകൾ വന്ന് അവർ കഴിക്കുന്ന എല്ലാ ഫോട്ടോ അതിങ്ങനെ ഷെയർ ചെയ്യുക, അത് കാണുക. എല്ലാ വീഡിയോയും നമ്മൾ കാണണമെന്നില്ല. നമ്മൾ ചെയ്യുന്നൊരു പ്രവർത്തനത്തിന് ഒന്നുകിൽ ദുനിയാവിലൊരു ഹൈറുണ്ടാകണം, ദുനിയാവിലൊരു നേട്ടം ഉണ്ടാകണം, അല്ലെങ്കിൽ ആഖിറത്തിലൊരു നേട്ടം ഉണ്ടാകണം. ദുനിയാവിലും ആഖിറത്തിലും ഒരു ഉപകാരവും ഇല്ലാത്ത വെറും പ്രവർത്തനങ്ങളുടെ പിറകെ നമ്മൾ പോകരുത്. പ്രത്യേകിച്ച് റമദാനിൽ ഒരു ആവശ്യമില്ലാത്ത കുറേ ഗ്രൂപ്പ്, ഒരു ആവശ്യമില്ലാത്ത കുറേ ബന്ധങ്ങൾ, അത്തരം ബന്ധങ്ങളും അത്തരം കാര്യങ്ങളും നമ്മുടെ റമദാനിലെ വിലപ്പെട്ട സമയങ്ങളാണ് നഷ്ടപ്പെടുത്തുന്നത് എന്ന തിരിച്ചറിവുണ്ടാകണം. മറ്റൊന്ന്, ഫർദിലൂടെയാണ് നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ ഏറ്റവും നന്നായി കഴിയുക. ഫർദിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുന്നത് പോലെ മറ്റു അമലുകളിലൂടെ സാധിക്കുകയില്ല. പലപ്പോഴും ആളുകൾ സുന്നത്തിന് പ്രാധാന്യമുണ്ട്, രാത്രി നമസ്കാരത്തിന് പ്രാധാന്യമുണ്ട്, അതിന് വലിയ പ്രതിഫലമുണ്ട്. രാത്രി എഴുന്നേറ്റുള്ള ആ നമസ്കാരം നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്നതാണ്. ഒരുപാട് ഫضലുകളുണ്ട്. പക്ഷേ ഫർദിനെ നിസാരവൽക്കരിക്കുന്നു. സുബഹി നമസ്കാരത്തിന്റെ ജമാഅത്ത് നഷ്ടപ്പെടുന്നു. നമ്മുടെ നാട്ടിലെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ രാത്രി തറാവിക്ക് പോകാൻ വേണ്ടി വാഹനം ഏൽപ്പിക്കും, എന്നിട്ട് കുടുംബസമേതം തറാവിക്ക് എത്തും. നല്ലത് തന്നെ, ഹൈറാണ്. പക്ഷേ സുബഹി ജമാഅത്ത് നഷ്ടപ്പെടുന്നു. ളുഹറിന് പള്ളിയിലില്ല, അസറിന് പള്ളിയിലില്ല. മഗ്രിബിന് നോമ്പ് തുറന്ന് പള്ളിയിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ ജമാഅത്ത് തുടങ്ങിയിട്ടുണ്ട്, ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഈത്തപ്പഴം കഴിച്ചു വെള്ളം കഴിച്ചു പോയാൽ അവിടെ ജമാഅത്ത് കിട്ടും. രാവിലെ അത്രയും നേരം വെള്ളം ഒഴിവാക്കിയത്, ഭക്ഷണം ഒഴിവാക്കിയത്, ഇതെല്ലാം അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിനാണ്. നോമ്പ് പോലെ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് ജമാഅത്ത് നമസ്കാരം. റസൂലുള്ളാഹിയുടെ അധ്യാപനങ്ങളാണ്, പ്രവാചകന്റെ കൽപ്പനയാണ്. അത്രയും നേരം പട്ടിണി കിടന്ന മനുഷ്യൻ പിന്നെ ഭക്ഷണം കഴിച്ച് അത് ഓവറായി ഇശാ ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്നു.
രാത്രി നമസ്കാരം നഷ്ടപ്പെടുത്തുന്നു. ഇതൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കും. കഴിച്ചിട്ട് ഓവറായിട്ട് ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ. പിന്നെ ചില ആൾക്കാർ പറയും, ഇന്നിപ്പോൾ തറാവി വേണ്ട, രാത്രി എന്നിട്ട് നിസ്കരിക്കാം. നോമ്പ് തുറക്കൊക്കെ പോയി സജീവമായി ഭക്ഷണം കഴിച്ച് ഇനി പിന്നെ ഇശാ ഞാനൊരു കാര്യം ചെയ്യും, രാത്രി എണീറ്റ് നിസ്കരിക്കാൻ പോകാൻ. അങ്ങനെ നിസ്കാരം ഉണ്ടാവില്ല. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ കിടത്തങ്ങോട്ട് കിടക്കുന്നല്ലാതെ നമുക്കെന്താണ് ഒന്ന് ക്രമീകരിക്കാൻ? ഇതൊരു ഭക്ഷണത്തിൻ്റെ ഒരു തീറ്റയുടെ മാസമല്ലല്ലോ. നമ്മുടെ ആഖിറത്തിൻ്റെ, നമ്മുടെ പരലോകത്തിന് വിഭവങ്ങൾ ഒരുക്കാനുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ പ്രത്യേകമായൊരു ശ്രദ്ധ നമുക്കുണ്ടാകണം. മറ്റൊന്ന്, നമ്മുടെ അവസാനത്തെ 10 നേരത്തെ നമ്മൾ ക്രമീകരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റമദാനുകൾ മുഴുവൻ പരിശോധിച്ചാൽ അവസാനത്തെ 10 പള്ളിയിലാണ്, കുടുംബസമേതം. രാത്രികളെ പകലുകളാക്കി അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ ഔദാര്യവാനായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളികളിലായിരുന്നു. പള്ളിയിലും കഥ പറഞ്ഞ് എല്ലാവരും കൂടെ കൂടിയിരുന്ന് സൊറ പറഞ്ഞ് മറ്റവനെ പറ്റി ഗീബത്ത് അതല്ലല്ലോ. ഓരോരുത്തരും ഒറ്റക്കായിരുന്നു. ഓരോരുത്തരും അവരവരുടെ ആഖിറത്തിന്റെ വിഷയത്തിൽ ഒറ്റക്കായിരുന്നു. നമുക്കങ്ങനെ ഒറ്റക്കിരിക്കാനുള്ള കുറച്ച് സമയങ്ങളുണ്ടാകും. ദുനിയാവിൽ വിചാരണ ചെയ്യുമ്പോഴാണ് ആഖിറത്തിലെ വിചാരണ എളുപ്പമാവുക. ഇവിടെ നമ്മൾ വിചാരണ ചെയ്യണം. ഇവിടെ നമ്മളത് ചിന്തിക്കുന്നേയില്ല. അള്ളാഹുവിൻ്റെ വിചാരണ മഹ്ശറിൽ നരകത്തെ മുന്നിൽ കൊണ്ടുവന്ന് ആ കത്തിയാളുന്ന നരകത്തിന്റെ മുന്നിൽ വിചാരണക്ക് നിൽക്കുന്നൊരു ദിവസത്തെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ആ വിചാരണയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്, നമ്മളൊന്ന് വിചാരണ ചെയ്യുമ്പോഴാണ് നമ്മുടെ വിചാരണ എളുപ്പമാവുക. സഹാബികളുടെ ചരിത്രത്തിൽ കാണാം, ഒറ്റയ്ക്കിരിക്കാൻ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുമല്ലോ അല്ലേ. ചിലപ്പോൾ ആരെങ്കിലൊക്കെ തട്ടിയിട്ട് ചോദിക്കല്ലടാ എവിടെ എത്തി, എന്താണ് ആലോചിക്കുന്നത്? ഒന്നുമില്ല, മോളെ കല്യാണമാണ്, അതാലോചിക്കായിരുന്നു. മക്കളെ പഠനത്തെ പറ്റി ആലോചിക്കായിരുന്നു. വീട് പണിനെ പറ്റി ആലോചിക്കായിരുന്നു. സ്വഹാബിയോട് ചോദിക്കാണ്, എവിടെ എത്തി? ഉത്തരം, സിറാത്തിലെത്തിയെന്ന. ഞാൻ എത്തി നിൽക്കുന്നത് സിറാത്തിലാണ്. എൻ്റെ മരണത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. എൻ്റെ ഖബറിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. ആ ഖബറിന്റെ ഇടുക്കം കഴിഞ്ഞു, ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞു. മഹ്ശറിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊണ്ടുവന്ന് നിർത്തുന്ന ആ ദിവസത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചു. സിറാത്തിലൂടെയുള്ള സ്വർഗത്തിലേക്കുള്ള യാത്രയെക്കുറിച്ചുള്ള ആലോചനയിലാണ് ഞാൻ. നമ്മളുടെ ഈ ചിരി കളികൾക്കിടയിൽ നമ്മൾ ഈ ലോകത്തുനിന്ന് വിട പറയും. കൂട്ടുകാരുടെ കൂടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ, തമാശകൾ പങ്കുവെക്കുന്നതിനിടയിൽ, ഈ കളിച്ചിരികൾക്കിടയിൽ ഈ ലോകത്ത് നിന്ന് വിട പറയും. അതിനു മുമ്പ് തസവ്വദൂ, നമുക്ക് വേണ്ട പാതയങ്ങൾ നമ്മൾ ഒരുക്കണം. നന്നായി ആ ഒരു ദിവസത്തെപ്പറ്റി നമ്മൾ ആലോചിക്കണം. ആ ദിവസത്തേക്ക് നമ്മുടെ കൈകളിൽ അമലുകളില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മളൊക്കെ എന്തോ ചെയ്തു വെച്ചു, ഒരുപാടായിട്ടുണ്ട് എന്നതാണ് പലരുടെയും ചിന്ത. അത്യാവശ്യത്തിനൊക്കെ ആയിട്ടുണ്ട്, ഒന്നുമില്ലെങ്കിൽ ഒരു ഖുർആൻ ക്ലാസ്സിന് മുടങ്ങാതെ പോകുന്നില്ലേ, അതൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. നമ്മുടെ അമലുകൾ ഇങ്ങനെ വലുതാക്കി തോന്നിപ്പിക്കുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു എത്ര ത്യാഗം ചെയ്തിട്ടുണ്ട് വിജ്ഞാനം നേടിയെടുക്കാൻ. മസ്ജിദുൻ നബവിയിൽ സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ നമസ്കാരത്തിന് നിൽക്കുമ്പോൾ ബോധം നഷ്ടപ്പെട്ട് വീഴുന്ന അബൂ ഹുറൈറയെ ചരിത്രത്തിൽ കാണാം. സ്വഹാബികൾ ഓടി വരികയാണ്, എന്തു പറ്റി എന്നറിയാൻ. എന്താണ് മറുപടി? പട്ടിണിയാണ് അബൂ ഹുറൈറയെ ബോധം കെടുത്തിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പഠിക്കാൻ കൂടെ ചേർന്ന് നിന്നതിനാൽ പട്ടിണി സഹിക്കാൻ കഴിയാതെ ബോധം നഷ്ടപ്പെട്ട് താഴെ വീണ മഹാനായ സ്വഹാബി മരണാസന്നമായി കിടക്കുന്ന സമയത്ത് കരയുകയാണ്, കണ്ണ് നനയുകയാണ്. ചുറ്റും കൂടിയവരുടെ ചോദ്യം, അബൂ ഹുറൈറ മാ യുബ്കീക്, എന്താണ് നിങ്ങളെ കരയിപ്പിക്കുന്നത്? എന്താണ് താങ്കൾ കരയുന്നത്? യാ അബൂ ഹുറൈറ, ഓ അബൂ ഹുറൈറ, എന്താണ് നിങ്ങളുടെ കണ്ണ് നനക്കുന്നത്? അദ്ദേഹത്തിന്റെ മറുപടി, ദുനിയാവല്ല അബൂ ഹുറൈറയെ കരയിപ്പിക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയുടെ കാര്യം, മക്കളാരും നോക്കും, കുടുംബത്തിന്റെ മറ്റു കാര്യങ്ങൾ, ഇതൊന്നുമല്ല. നമ്മുടെ ആശങ്കകളൊക്കെ പലപ്പോഴും അതാണ്. നമ്മളൊക്കെ സമാധാനം കണ്ടെത്തുന്നത് അങ്ങനെയാണ്.
മരിക്കുന്ന നേരത്ത് എല്ലാ മക്കളും അരികിലുണ്ടായിരുന്നു. എല്ലാ മക്കളും തൊട്ടടുത്ത് വന്നു. മോളും വന്നു, മോനും വന്നു. ഗൾഫിലുള്ള മക്കളൊക്കെ എത്തിയിട്ടാണ് മുപ്പര് മരിച്ചത്. എന്ത് കിട്ടി അതുകൊണ്ട്? മരണാസന്നമായി കിടക്കുന്ന മനുഷ്യൻ്റെ അരികിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർ ഒരുമിച്ച് കൂടിയാലും ആ മനുഷ്യൻ എന്താണ്? മരണത്തെ കൺമുന്നിൽ കാണുന്ന മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? എത്ര നിസ്സഹായനായിട്ടാണ് ആ മനുഷ്യൻ നിൽക്കുന്നത്. എന്തെങ്കിലും ദുനിയാവിൽ ആ മനുഷ്യൻ കൊതിക്കുന്നുണ്ടോ? എന്തെങ്കിലും ദുനിയാവിൽ ആ മനുഷ്യന് വേണോ? സ്വന്തം മക്കളും കുടുംബവും മുഴുവൻ ഒരുമിച്ച് കൂടിയിട്ട് ആ മനുഷ്യൻ എന്ത് നേട്ടം? നമ്മളിങ്ങനെ ആശ്വസിക്കാൻ ഓരോ കാര്യം പറയുന്നു എന്നല്ലാതെ അതിലൊക്കെ എന്തെങ്കിലും അർത്ഥങ്ങളുണ്ടോ? എന്തെങ്കിലും ആ മനുഷ്യൻ അതുകൊണ്ട് നേട്ടങ്ങളുണ്ടോ? ഒന്നും കിട്ടാനില്ല. എന്തെങ്കിലും സമാധാനമുണ്ടോ? മരണാസന്നമാകുന്ന സമയത്ത് എല്ലാവരും അരികിലുണ്ടായിട്ട്. അമലുകൾ ഉണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നന്മകളുണ്ടെങ്കിൽ അതുകൊണ്ട് കാര്യമുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തന്റെ മറുപടി, വലാകിന്നി അബ്കി ലിബുഅദി സഫരി വഖില്ലതി സാദി. എൻ്റെ കണ്ണ് നനയിപ്പിക്കുന്നത് ഒരു വലിയ യാത്രക്കുരുങ്ങി നിൽക്കുകയാണ് ഞാൻ. കഴിയല്ല, അവസാനിക്കല്ല. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്. ആദ്യം മൗത്താണ്, പിന്നെയാണ് ഹയാത്ത്. തുടങ്ങാൻ പോവാണ്, അവസാനിക്കല്ല, അവസാനിക്കുന്നില്ല. ഒറ്റ ദിവസവും കഴിഞ്ഞു പോകുന്നില്ല. ഈ ദിവസങ്ങൾ തിരിച്ചു വരാനുള്ളതാണ്. കഴിഞ്ഞുപോയ ഓരോ ദിവസങ്ങളും നമുക്ക് സാക്ഷി പറയാനുള്ളതാണ്. ഇന്ന് ഈ ദിവസം ഒരുമിച്ച് കൂടിയത് നാളെ അല്ലാഹുവിൻ്റെ കോടതിയിൽ സാക്ഷി പറയും. ഈ ദിവസങ്ങളെല്ലാം തിരിച്ചു വരും. ഇതെല്ലാം അല്ലാഹുവിൻ്റെ കോടതിയിൽ സാക്ഷി പറയും. ഒരു ദിവസത്തിലേക്കുള്ള യാത്രക്ക് ഞാൻ ഒരുങ്ങി നിൽക്കുകയാണ്. പക്ഷെ സാദ് കൊണ്ടുപോകാനുള്ള പാതേയം അമലുകൾ കുറവാണല്ലോ. കൊണ്ടുപോകാൻ ഒന്നുമില്ലല്ലോ. ആരാണ് പറയുന്നത്? ആരാണ് ഈ പറയുന്നത്? എപ്പോഴെങ്കിലും ഒരു ഈമാൻ കൂടുന്ന, എപ്പോഴെങ്കിലും ഒരു ഖുർആൻ ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഇഖ്ലാസ് ഉണ്ടാകുന്ന നമ്മളെപ്പോലെയുള്ള ദുർബലന്മാരാണ്. മരണാസന്നമായി കിടക്കുന്ന സമയത്ത് കവിൾത്തടം മണ്ണിൽ വെച്ച് ഇബ്നു ഉമറിൻ്റെ മടിത്തട്ടിൽ നിന്ന്, മോനെ ഉപ്പയുടെ കവിളൊന്ന് മണ്ണിൽ വെക്ക്. കവിൾത്തടം മണ്ണിൽ വെച്ച് കിടക്കുന്ന ഉമറിനെ കണ്ടുകൊണ്ടെങ്കിലും അള്ളാഹുവിലെ ഉമറിനോട് കാരുണ്യം തോന്നിയാലോ എന്ന് പറയുന്ന ഉമർ ഇബ്നുൽ ഖത്താബ്. എത്രമാത്രം അമലുകൾ അവർക്കുണ്ട്. രാത്രി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രജകളുടെ കാര്യം ആലോചിച്ച് ശരീരത്തിന്റെ നിറം മാറി മുടി കൊടിഞ്ഞ് അവസാനത്തെ കുട്ടിയും പട്ടിണിയടക്കിയിട്ടല്ലാതെ ഉമർ നല്ലൊരു ഭക്ഷണം കഴിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ച, അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച ആ മനുഷ്യന്മാർ, അവരവരുടെ അമലുകൾ അവർക്ക് ചെറുതായി തോന്നുകയാണ്. ഒന്നുമില്ല എന്നവർക്ക് തോന്നുകയാണ്. അമലുകൾ ആലോചിച്ച് അവർ കരയുകയാണ്. എങ്കിൽ നമുക്കൊരു വീണ്ടും വിചാരണ ഉണ്ടാകണം. നമ്മുടെ അമലുകളെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ. അമലുകൾ കുറവാണെന്ന തിരിച്ചറിവോടുകൂടെ ധാരാളം അമലുകൾ ചെയ്യാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. പ്രിയമുള്ളവരെ, ഈ ദുനിയാവ് നമുക്ക് ചെറുതാകണം. ദുനിയാവ് ചെറുതായാൽ ദുനിയാവിലെ സങ്കടങ്ങൾ ചെറുതാകും, ദുനിയാവിലെ നഷ്ടങ്ങൾ ചെറുതാകും. ദുനിയാവിലെ സങ്കടങ്ങളും ദുനിയാവിലെ നഷ്ടങ്ങളും വലുതാകുന്നത് മനസ്സിൽ ദുനിയാവ് കയറിക്കൂടിയതുകൊണ്ടാണ്. ഇത് വലുതായി നമുക്ക് തോന്നുന്നത് കൊണ്ടാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു പണ്ഡിതന്റെ ചരിത്രം ഓർക്കണം. അദ്ദേഹത്തിൻ്റെ പേരെൻ്റെ ഓർമ്മയിലില്ല. ഭാര്യ മരണപ്പെട്ടു, സങ്കടത്തിലാണ്. വിജ്ഞാന സദസ്സിലേക്ക് അദ്ദേഹം വരുന്നില്ല. ഫത്വ ചോദിക്കാൻ ആളുകൾ വരുന്നുണ്ട്, അദ്ദേഹം ഫത്വ നൽകുന്നില്ല. ദിവസങ്ങൾ കടന്നുപോയി. ഒരു പെണ്ണ് ഒരു മസ്അല ചോദിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് വരുന്നു. വന്നപ്പോൾ അവിടെ ചുറ്റും കൂടിയ ആളുകൾ പറഞ്ഞു, അദ്ദേഹം ഭാര്യ മരണപ്പെട്ട സങ്കടത്തിലാണ്, അതുകൊണ്ട് ഫത്വ നൽകുകയില്ല, നിങ്ങൾ പോയിക്കോളൂ. അപ്പോൾ പെണ്ണ് പറഞ്ഞു, ഇല്ല, ഉത്തരം കിട്ടാതെ ഞാൻ പോകൂല, ഉത്തരം കിട്ടിയിട്ടേ ഞാൻ പോവുള്ളൂ. അദ്ദേഹം പുറത്തേക്ക് വന്നു. ആ പെണ്ണ് ചോദിച്ചു, എനിക്കിഷ്ടപ്പെട്ട ഒരു വസ്ത്രം എൻ്റെ ഒരു സഹോദരി എനിക്ക് നൽകിയതാണ്. എൻ്റെ ഒരു സഹോദരി എനിക്കൊരു വസ്ത്രം നൽകിയിട്ടുണ്ട്. ആ വസ്ത്രം എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ വിശേഷ ദിവസങ്ങളിൽ ഏതെങ്കിലും കല്യാണ സദസ്സുകളിലൊക്കെ പോകുമ്പോൾ ആ വസ്ത്രം ഞാൻ ധരിക്കാറുണ്ട്. ഇപ്പോൾ അവരെന്നോടത് തിരിച്ചു ചോദിക്കുന്നു.
എനിക്കാണെങ്കിൽ അത് തിരിച്ചു കൊടുക്കാനുള്ള മനസ്സില്ല. ഞാൻ ചെയ്യുന്നതിൽ വല്ല തെറ്റുമുണ്ടോ? ഇദ്ദേഹം തിരിച്ചു പറഞ്ഞു, നീ എന്ത് ഒരു സംസാരമാണ് പറയുന്നത്? അതിൻ്റെ ഹക്ക് നിന്റെ കൈകളിലല്ലല്ലോ, അത് മറ്റൊരാളുടെ ഉടമസ്ഥയിലുള്ളതാണ്. അവർ തിരിച്ചു ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കണ്ടേ എന്ന് പറഞ്ഞപ്പോൾ ഈ പെണ്ണ് അദ്ദേഹത്തെ തിരുത്തുകയാണ്. എങ്കിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് അതാണ്. നിങ്ങളുടെ ഭാര്യ മരണപ്പെട്ടു, അത് അല്ലാഹു കുറച്ചു കാലം നിങ്ങളെ ഏൽപ്പിച്ചതാണ്. തിരിച്ചു ചോദിക്കുമ്പോൾ അതിൽ സങ്കടപ്പെട്ട് നിരാശപ്പെട്ടുകൊണ്ട് ആയുസ് നഷ്ടപ്പെടുത്തല്ലേ. ആളുകൾ വിജ്ഞാനം കാത്ത് കൊതിച്ചിരിക്കുന്നുണ്ട്. ആളുകൾ വിജ്ഞാനം ദാഹിച്ച് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇന്നലകളിലെ ദുഃഖങ്ങളിൽ നിങ്ങളുടെ സമയത്തെ കെട്ടിയിടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണ് അദ്ദേഹത്തെ തിരുത്തുന്നുണ്ട്. കഴിഞ്ഞുപോയ സങ്കടങ്ങളുടെ പിറകെയല്ല, വരാനിരിക്കുന്ന ആഗ്രഹങ്ങളുടെ പിറകെയുമല്ല. ഇന്നിൻ്റെ സമയം, നമ്മുടെ ഇന്നത്തെ സമയം അത് ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തണം. അവസാനമാണ് അള്ളാഹു പരിഗണിക്കുക. നമ്മുടെ ഹവാത്തീം, നമ്മുടെ അവസാനം, അതാണ് അള്ളാഹു പരിഗണിക്കുക. ആ ഒരു ബോധമുണ്ടെങ്കിൽ ഓരോ ദിവസവും മനോഹരമാക്കാൻ പരിശ്രമിക്കും. ഇന്നാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ ഇന്നത്തെ എൻ്റെ ദിവസം ഏറ്റവും മനോഹരമാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കും. നോക്കൂ, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന് 5 കൊല്ലം ഇസ്ലാമിൽ കിട്ടിയിട്ടുള്ളൂ. വെറും 5 കൊല്ലം. ആ 5 കൊല്ലം കൊണ്ട് അള്ളാഹുവിൻ്റെ അർശ് പ്രകമ്പനം കൊള്ളുമാറുള്ള അമലുകൾ ഉണ്ടാക്കിയെടുത്തു. 5 കൊല്ലം കൊണ്ടുണ്ടാക്കിയെടുത്തതാണ്. അള്ളാഹുവിൻ്റെ അർശ് പ്രകമ്പനം കൊണ്ടു. മരണവാർത്ത കേട്ട് 5 കൊല്ലം അതേ കിട്ടിയിട്ടുള്ളൂ ഇസ്ലാമിൽ. നമുക്കങ്ങനെ ഒരു ഘനമുള്ള ഒരു അമലുണ്ടോ? പാറ അത് ഗുഹാമുഖത്തടഞ്ഞപ്പോൾ 3 പേരുടെ പ്രാർത്ഥന കൊണ്ട്, 3 പേരുടെ ജീവിതത്തിൽ അവർ ചെയ്ത അമലുകൾ കൊണ്ട് ഒരു പാറ നീങ്ങിപ്പോയി എന്ന് ഹദീസിൽ നമുക്ക് കാണാം. പണ്ഡിതന്മാർ ചോദിക്കാറുണ്ട്, 4ാമതായി നിങ്ങൾ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ, ആ 3 പേർക്ക് പുറമെ 4ാമതായി നിങ്ങൾ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ, ഒരു പാറയെ നീക്കാനുള്ള ഇഖ്ലാസുള്ള ഒരു അമൽ നിങ്ങൾക്കുണ്ടോ? ആ അടഞ്ഞ പാറയെ തള്ളി നീക്കാൻ കഴിയുന്ന ഘനമുള്ള ഒരു അമൽ നിങ്ങളുടെ കൈകളിലുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഈ റമദാനിൽ അങ്ങനെ അള്ളാഹുവിനെ ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ പ്രതിഫലം കൊതിച്ചുകൊണ്ടുള്ള ഒരു ഘനമുള്ള അമൽ നേടിയെടുക്കാൻ, ചെയ്യാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട് എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. പ്രിയമുള്ളവരെ, ഒരു നിളാം റമദാനിൽ നമുക്കുണ്ടാകണം. നമ്മുടെ ഖുർആൻ പാരായണത്തിന്, നമ്മുടെ ദിക്റുകൾക്ക്, നമ്മുടെ രാത്രി നമസ്കാരത്തിന്, നമ്മുടെ മറ്റു ഇബാദത്തുകൾക്ക് ഒരു വ്യവസ്ഥയില്ലെങ്കിൽ, നിലാവില്ല എങ്കിൽ, ഒരു ചിട്ടയില്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കുത്തടിഞ്ഞതായിരിക്കും. ഈ വിശ്വാസി എപ്പോഴും അവന് ഒരു കൃത്യമായൊരു നിദാമിൽ പോകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസറിൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിൽ തൻ്റെ കുടുംബത്തോട് സംസാരിക്കാനുള്ള സമയമാണ്. ഓരോ ഹുജറകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് തൻ്റെ കുടുംബത്തോട് സംസാരിച്ചു. അത് കുടുംബത്തിന് മാറ്റിവെച്ച സമയമാണ്. അന്ന് ആരുടെ വീട്ടിലാണോ താമസം, ഇശാഇന് ശേഷം അവിടേക്ക് തൻ്റെ കുടുംബത്തെ മുഴുവൻ വിളിച്ച് ഒന്നിച്ചുപദേശങ്ങൾ നൽകും. സമയങ്ങൾ ക്രമീകരിച്ചിരുന്നു. നമുക്കങ്ങനെ ഒരു ക്രമീകരണം നമ്മുടെ ഇബാദത്തുകൾക്ക്, നമ്മുടെ ഖുർആൻ പാരായണത്തിന് റമദാൻ കഴിഞ്ഞിട്ടും റമദാൻ കടന്നുപോയിട്ടും ഒന്നും നേടാത്ത ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. കടല് ആളുകൾക്ക് പല രൂപത്തിലാണ്. കടലിനെ ദൂരെ നിന്ന് നോക്കിക്കാണുന്ന ആളുകളുണ്ട്. കടലിൻ്റെ തൊട്ടരികിൽ വന്ന് ഭംഗി ആസ്വദിക്കുന്നവരുണ്ട്. കടലിൽ ഇറങ്ങിക്കളിക്കുന്നവരുണ്ട്. കടലിൽ സഞ്ചരിച്ച് മത്സ്യം പിടിക്കുന്നവരുണ്ട്. കടലിൻ്റെ ആഴത്തിൽ ചെന്ന് മുത്തും പവിഴങ്ങളും വാരിയെടുക്കുന്നവരുണ്ട്. റമദാനും അങ്ങനെയാണ്. ചില ആളുകൾ ദൂരെ നിന്നും നോക്കിക്കാണും, ഇല്ലേ? നമ്മുടെ ഹോട്ടലുകളിലൊക്കെ അവർക്ക് കച്ചവടമാണ് റമദാൻ. റമദാനിന് ഞങ്ങൾ ഒരുങ്ങി, തരിക്കഞ്ഞിയും അതിൻ്റെയൊക്കെ ഫോട്ടോ വെച്ച് റമദാനിന് അവരൊരുങ്ങിയിട്ട് എന്താണ് അവർക്ക് റമദാൻ? അവർക്ക് കച്ചവടമാണ്. റമദാനിൻ്റെ കരയിൽ വന്ന് നിൽക്കുന്നവരുണ്ട്. റമദാനിലേക്കിറങ്ങി അവിടെ നിന്ന് ആഖിറത്തിന് വേണ്ടിയുള്ള വലിയ അമലുകൾ നേടിയെടുക്കുന്ന മഹാഭാഗ്യവാന്മാരുണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതം ഒന്ന് ക്രമീകരിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണമെന്നതാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്.
നമ്മുടെ മുൻഗാമികൾ അവരുടെ പരലോകത്തിനു വേണ്ടി, അവരുടെ ആഖിറത്തിനു വേണ്ടി അവർ അള്ളാഹുവിൻ്റെ ദീനിൽ നൽകേണ്ടത് മുഴുവൻ നൽകി. ഹിജ്റ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ വായിച്ചു പോയിട്ടുള്ളൂ. അത് വായിക്കുമ്പോഴാണ് എത്രമാത്രം ത്യാഗം നിറഞ്ഞതാണ് അവരുടെ ആ ഒരു സഹനമെന്ന് നമുക്ക് കാണാൻ കഴിയുക. സ്വന്തം നാട് വിട്ട് ഹബിഷയിലേക്ക് പോകുന്ന ആ ഒരു രംഗം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് മനസ്സിലാകുമല്ലോ നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടേക്ക് വന്ന ആ ഒരു പറിച്ചു നടലിൻ്റെ വേദന. പക്ഷെ ഇവിടെ നമുക്ക് പ്രതീക്ഷയുണ്ട്. ഇവിടെ വന്നാൽ അതുകൊണ്ട് കുടുംബത്തിന് ഖൈറുണ്ട്, നമ്മളെ സ്വീകരിക്കാൻ ആളുകളുണ്ട്, നല്ല സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല ഹബിഷയിലേക്ക് പോകുന്നത് മുഴുവൻ സമ്പത്തും മക്കയിൽ വിട്ടിട്ടാണ്. അതിസമ്പന്നനായ മനുഷ്യൻ, അത്രയും കാലം അധ്വാനിച്ചുണ്ടാക്കിയ മുഴുവൻ സമ്പത്തും. ഉസ്മാൻ ബിൻ അഫ്ഫാൻ അറിയപ്പെട്ട കച്ചവടക്കാരനാണ്. കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വർഷങ്ങൾ കൊണ്ട് സമ്പാദിച്ച മുഴുവൻ സമ്പാദ്യങ്ങളും മക്കയിൽ വിട്ടുകൊണ്ട് ഞങ്ങൾക്ക് വലുത് ആദർശമാണ്, ഞങ്ങൾക്ക് വലുത് ദീനാണ്, ഞങ്ങൾക്ക് വലുത് ആഖിറമാണ് എന്നു പറഞ്ഞുകൊണ്ട് കപ്പലിൽ ഹബിഷയിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ചെല്ലുന്ന നാട്ടിലെ ഭാഷയറിയില്ല, ആരെങ്കിലും സ്വീകരിക്കുമോ എന്നറിയില്ല, അവിടെ എത്തിയാലുള്ള സാഹചര്യങ്ങൾ അറിയില്ല. അള്ളാഹുവിൽ തവക്കുലാക്കി നമ്മുടെ മുൻഗാമികൾ അവർ യാത്ര ചെയ്തു. അവർ ത്യജിക്കേണ്ടത് മുഴുവൻ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ത്യജിച്ചു. നമുക്ക് നമ്മുടെ വിലയുള്ള സമയം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ നൽകാൻ സാധിക്കണം. റമളാനിനെ അങ്ങനെ ബോധപൂർവം ഉപയോഗപ്പെടുത്തുന്ന ബുദ്ധിമാന്മാരിൽ നമ്മൾ ഉൾപ്പെടണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം നമ്മുടെ ദാറുൽ അർക്കം എന്ന സ്ഥാപനം നിങ്ങൾക്ക് പരിചിതമായിരിക്കും. തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ തുടങ്ങി വെച്ച, അൽഹംദുലില്ലാഹ് വളരെ നല്ല രൂപത്തിൽ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞതിന് മുന്നേയുള്ള റമളാനിൽ നമ്മൾ കളക്ഷൻ എടുത്ത് നമ്മൾ ഒരു സംവിധാനം കൂടെ തുടങ്ങി. നമുക്കറിയാം 100 കൊല്ലത്തെ പാരമ്പര്യം മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനുണ്ട്. എന്നാൽ തെക്കൻ ജില്ലയിൽ നമുക്ക് ദാറുൽ അർക്കം എന്നതല്ലാത്ത മറ്റൊരു സ്ഥാപനം ഇന്ന് പറയാനില്ലാത്ത അവസ്ഥയിലാണുള്ളത്. ഇപ്പോൾ അള്ളാഹുവിൻ്റെ വലിയ സഹായം കൊണ്ട് 3 വലിയ ക്യാമ്പസുകളായി നമ്മൾ മാറിക്കഴിഞ്ഞു. പെൺകുട്ടികൾക്ക് മാത്രമുള്ള വനിതാ ക്യാമ്പസ് ആരംഭിച്ചു കഴിഞ്ഞു. ഹിഫ്ള് കോളേജ് നടന്നു വരുന്നു. ഇൻഷാ അല്ലാഹ് ഈ ജൂണോടുകൂടെ ശരിയ ക്യാമ്പസ് അതിൻ്റെ പണി പൂർത്തീകരിച്ച് അതിലേക്ക് നമുക്ക് മാറേണ്ടതുണ്ട്. 200-ലധികം വിദ്യാർത്ഥികൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ സൗദി അറേബ്യ എംബസിയുടെ കീഴിൽ സംഘടിപ്പിച്ച മുത്തൂൻ മത്സരത്തിൽ അതിൽ ഉസൂലു സുന്ന അതിൻ്റെ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും ദാറുൽ അർക്കമിൽ നമുക്ക് നേടാൻ സാധിച്ചു. അതുപോലെ തന്നെ കേരള കലാമേളയിൽ പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണ മത്സരത്തിൽ അതിലെ 1ാം സ്ഥാനം നമുക്ക് നേടാൻ സാധിച്ചു. ഇനി നമുക്ക് ഒരുപാട് ലക്ഷ്യം തെക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ച് അവിടെയുള്ള ദീനീ സാഹചര്യം നിങ്ങൾക്കൊക്കെ പരിചിതമായിരിക്കും. വളരെ ദുർബലമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. വലിയൊരു ദൗത്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇത്തരം വിജ്ഞാന സ്ഥാപനങ്ങൾ ഉണ്ടാവുക എന്നത് നമ്മളുടെ ഒരു സാമൂഹികമായ ഉത്തരവാദിത്തമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ അത്തരം വിഷയത്തിൽ സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ പരിശ്രമങ്ങൾ അതിന് എളുപ്പം നൽകുകയും നമുക്കൊക്കെ ഇഖ്ലാസ് പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. ഈമാനോടുകൂടെ മരണപ്പെടാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. റമളാനിനെ കണ്ടുമുട്ടാൻ, റമളാനിനെ ഉപയോഗപ്പെടുത്താനുള്ള വലിയ തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പലരും രോഗികളാണ്, പ്രയാസങ്ങളില്ലാതെ അള്ളാഹു പൂർണ്ണമായ ശമനം നൽകുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.